മുന്നോട്ട് ഇറങ്ങിയപ്പോൾ അത് കുടുംബശ്രീ വഴിയും സംഘം വഴിയും തൊഴിലുറപ്പ് വഴിയും ഒക്കെ ആയിട്ട് സ്ത്രീകൾ മുന്നോട്ട് വന്നപ്പോൾ അത് ഈ നാടിനും വികസനമായി, ഒപ്പം ഈ നാട്ടിലെ സ്ത്രീകൾക്കും വികസനങ്ങളും ഫണ്ടുമായി മാറി. നമുക്കറിയാം, നേരത്തെ ഒക്കെ സ്ത്രീകൾ വീടുകളിൽ തന്നെ ഇരിക്കുകയും പുരുഷന്മാർ ഓരോ കാര്യങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് മാറി 33% വരെയും സ്ത്രീകൾക്ക് ഒരു പരിഗണന കൊടുത്തത് ഇപ്പോൾ 50% മാറിയാണ്. നേരത്തെയൊക്കെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള വാർഡുകളിൽ മത്സരിച്ചുകൊണ്ടിരുന്ന എല്ലാം തന്നെ പുരുഷന്മാരെ, പേരിനൊക്കെ സ്ത്രീകളെ മത്സരിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇന്ന് രാജക്കാട് പഞ്ചായത്തിലോട്ട് വന്ന് നോക്കിയറിയാം, പുരുഷന്മാരൊക്കെ കൂടുതൽ സ്ത്രീകളാണ് മെമ്പർമാരാണ്. ഇതിനൊക്കെയുള്ള ആളുകളൊക്കെ മെമ്പർമാരായിട്ടിരുന്ന ആളാണ് CDSന്റെ ചെയർപേഴ്സൺ. അപ്പോൾ ഞാൻ പറഞ്ഞ അതിൻ്റെ ഒരു മാറ്റം നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം പല സ്ത്രീകൾക്കും വീട്ടിൽ നിന്നും പുറത്തോട്ട് വരാൻ മടിയുണ്ടായിരുന്ന സ്ത്രീകൾ ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റും ഒക്കെ ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മാറിയിരിക്കും. അങ്ങനെ ഉണ്ടാകുന്ന ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഈ കുടുംബശ്രീ പോലുള്ള സംഘങ്ങൾ രൂപീകരിച്ചത്.